Identity verified. 그럼 시작합니다. റഹീമേ, മോനെ റഹീമേ, എടാ റഹീമേ, റഹീമെ വന്ന് ഭക്ഷണം കഴിക്ക്. നേരെ എത്ര ആയിന? ഉമ്മ ഞാൻ പറഞ്ഞില്ല ഉമ്മ, ഒരു 5 minutes. എന്റെ പഠിച്ചോനെ, ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റ്. എപ്പൊ നോക്കിയാലും മൊബൈൽ തന്നെ. ഈ ചെങ്ങായി വികാരാണ് കൂർക്കമയാണ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നത്. പണ്ടാണെണ്ണായിട്ട് റഹീമേ, എടാ റഹീമേ, റഹീമേ, നിനക്ക് എല്ലാ ദിവസവും എത്താനുള്ള പരിപാടി? വീട്ടിലെ തീരെ ഉറങ്ങാറില്ല? എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്നും വൈകിയാണ് ഞാൻ ഉറങ്ങുന്നത്. എനിക്ക് മൊബൈലിൽ ഗെയിം കളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വെറുതെ അല്ല നീ ഇപ്പൊ പറഞ്ഞതിലും പിന്നിലായത്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. കുട്ടികളെല്ലാവരും ഹോംവർക്ക് ചെയ്തോ? എന്താ റഹീമേ, നീ ചെയ്തില്ലേ? സാറേ, തലവേദന കാരണം പറ്റുന്നില്ല സാറേ. ഈടെയായിട്ട് നീ എനിക്കൊരു തലവേദനയാണല്ലോടാ. സാറേ, ഇവന് തലവേദന ഒന്നുമല്ല, ഫുൾ ടൈം ഫോണിൽ ഗെയിം കളിയാണ് സാറേ. ഇവന്റെ സ്ഥിരം പരിപാടിയാണ് സാറേ. ഇരിക്കൂ ഇരിക്കൂ. മോനെ റഹീമേ, നീ ഇവിടെ വാ. പേടിക്കാതെടാ, ഇങ്ങ് വാ. എന്താടാ നിനക്ക് പറ്റിയത്? നീ അലിയെപ്പോലെ നല്ലവണ്ണം പഠിച്ചിരുന്നല്ലോ. സാറേ, എനിക്കറിയില്ല സാറേ. തലവേദനയും കണ്ണുവേദനയും കാരണം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സാറേ. ഗെയിമിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല സാറേ. വിഷമിക്കേണ്ട മക്കളെ, ഞാൻ ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. മൊബൈൽ നമുക്ക് ലഭിച്ച അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. പഠനത്തിനും അത്യാവശ്യ വിനോദത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം സമയനിഷ്ഠ പാലിക്കാൻ ശ്രദ്ധിച്ചാൽ റഹീമിനെ പോലെ വിഷമിക്കേണ്ടി വരില്ല. ഏതൊന്നിനെയും പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു കാര്യത്തിലും പിന്നീട് വിഷമിക്കേണ്ടി വരില്ല. നമ്മളെ ഒരിക്കലും മൊബൈൽ നിയന്ത്രിക്കരുത്. നമ്മളായിരിക്കണം അതിനെ നിയന്ത്രിക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ മാഷി പറഞ്ഞതുപോലെ ഞാൻ മുന്നോട്ട് പോകും. നമ്മളെ ഒരിക്കലും മൊബൈൽ നിയന്ത്രിക്കരുത്. നമ്മളായിരിക്കണം